ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോസില. നമ്മളിന്ന് ചെയ്യാൻ പോണത് ചെറിയൊരു കമ്പാരിസൺ വീഡിയോയാണ്. റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത് ജാവയുടെ 42 സീരീസിലുള്ള 42 FJ എന്ന മോഡൽ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ അതിഗംഭീരം. കാരണം വെച്ചാൽ ഭയങ്കര ഐ കാച്ചിങ് ആണ് അതിൻ്റെ ആ ഒരു ഷേപ്പും ഡിസൈനും. മെയിനായിട്ട് എടുത്ത് പറഞ്ഞാൽ ആ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന പെയിൻറ് സ്കീം, അതാണ് ഒരു രക്ഷയില്ലാത്തത്. അന്യായ ലുക്കാണ്. അത് മാത്രമല്ല, വണ്ടിയിൽ അനാവശ്യമായിട്ട് വയറോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതായത് വെൽ പാക്ഡ് ആണ്, ടൈറ്റ്ലി പാക്ഡ് ആണ് വണ്ടി. നല്ലൊരു പ്രീമിയം വണ്ടിയുടെ ഒരു പ്രീമിയം ബൈക്സിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഈ ഒരു വണ്ടി. ലുക്ക് മാത്രം നോക്കാനാണെങ്കിൽ ഒറ്റയടിക്ക് കണ്ണടച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ അത് മാത്രം പോലെയുള്ളൂ, മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കണമല്ലോ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് മെയിനായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ CB350RSഉം ഹണ്ടർ 350 ആയിട്ടാണ്. നിലവിലുള്ള വണ്ടികളിൽ എനിക്ക് ഈ 3 വണ്ടികളായിട്ടാണ് ചെറിയൊരു സാമ്യം തോന്നിയത്. മെയിനായിട്ട് ആ ഒരു വണ്ടിയുടെ ലുക്കും അതുപോലെ തന്നെ ആ ഒരു റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. ഒരു റോഡ്സ്റ്റർ അല്ലെങ്കിൽ ഒരു സ്ക്രാംബ്ലർ ലുക്കിലൊക്കെ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ആ റൈഡിങ് പോസ്റ്ററൊക്കെ അത് ഏകദേശം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 വണ്ടികളായിട്ട് ഞാൻ കമ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെക്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 334 CCയുടെ എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പവർ വരുന്നത് 28.76ഉം ടോർക്ക് 29.6 Nm ആണ് വരുന്നത്. മറിച്ച് നമുക്ക് മറ്റ് 2 വണ്ടികൾ നോക്കുവാണെങ്കിൽ ആ 2 വണ്ടികൾക്ക് 350 CC ആണ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പവർ കമ്പാരിറ്റീവ്ലി കുറവാണ്. RSന് 20.8ഉം ഹണ്ടറിന് 20.2ഉമാണ് കൊടുത്തിരിക്കുന്നത്. ടോർക്ക് RSനാണ് കൂടുതൽ, 30 Nm, ഹണ്ടറിന് 27 Nm ആണ്. പക്ഷേ ഇതിൽ CB350യും അതുപോലെ തന്നെ ഹണ്ടർ 350യും ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ടോർക്ക് ഫീൽ ചെയ്യുന്നത് ഹണ്ടറിലാണ്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് ജാവക്ക് 6 സ്പീഡാണ്, മറ്റ് 2 വണ്ടികൾക്കും 5 സ്പീഡാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ജാവ അത്യാവശ്യം ക്രൂയിസിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. നല്ല സ്ട്രെച്ച് റോഡിൽ വിട്ടടിച്ച് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. പക്ഷേ മറ്റ് 2 വണ്ടികളും മോശമല്ല. CB350RS ഈവൻ 4th ഗിയറിൽ വരെ 100 കയറി ഒട്ടും വൈബ്രേഷൻ ഇല്ലാതെ നമുക്ക് നല്ല സ്റ്റേബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഹണ്ടർ 350 എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഒരു ഡെയിലി കമ്മ്യൂട്ടിങ് വണ്ടിയാണ്. അതായത് ലോങ് അത്ര സുഖകരമായിട്ട് പോകാൻ പറ്റുന്നൊരു വണ്ടിയല്ല. അപ്പോൾ ഈ എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിനകത്തൊക്കെ ജാവ അത്യാവശ്യം മുന്നിലാണെങ്കിൽ പോലും വണ്ടിയുടെ ഒരു ഡ്യൂറബിലിറ്റിയും ഒരു റിലയബിലിറ്റിയൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ CB350 തന്നെയാണ് ഏറ്റവും മുന്നിൽ. ആ ഒരു എഞ്ചിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഹോണ്ടയുടെ 350 CC എഞ്ചിൻ എന്ന് പറയുന്നത് അത്യുഗ്രനാണ്. ഇനി നമുക്ക് ഈ വണ്ടികളുടെ ബ്രേക്സിലേക്ക് വരാം. 3 വണ്ടികൾ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ഡുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ബേസിക് സേഫ്റ്റി ഫീച്ചറാണ്. ഇനി നമുക്ക് ഡിസ്ക് സൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ജാവയിൽ വരുന്നത് ഫ്രണ്ടിൽ 320 mm പുറകിൽ 240 വരുന്നത്. മറ്റ് 2 വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡ് കുറച്ച് കൂടുതലാണ്. CB350ക്കും 310ഉം അതുപോലെ തന്നെ ഹണ്ടറിന് 300 വരുന്നത്. ഇനി റെയർ നോക്കുവാണെങ്കിൽ CB350RSന് 240 സെയിം തന്നെയാണ്. പക്ഷേ ഹണ്ടറിന് 270 കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഡിസ്കിൻ്റെ സൈസ് കൂടുന്നത് ബ്രേക്കിങ്ങിന് നല്ല ഗുണം ചെയ്യും. പക്ഷേ ഇത് 3ഉം ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ബ്രേക്ക് കാലിപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം പെർഫോമൻസ് എന്തായാലും ഈ 3 വണ്ടികൾക്കും ഉണ്ടാവും. ഇനി നമുക്ക് ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ ജാവയിൽ ഫ്രണ്ട് 18 ഇഞ്ച് വീലിൽ 100/90 സൈസ് വരുന്നത്. റെയർ ടയർ വരുന്നത് 17 ഇഞ്ച് വീലിൽ 140/70 സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ടയർ സൈസാണ്. അത്യാവശ്യം വണ്ടിക്ക് ഒരു ബൾക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ CB350RSന് വരുന്നത് ഫ്രണ്ട് 100/90 19 ഇഞ്ച് വീലാണ് വരുന്നത്. പുറകിൽ 150/70 17 ഇഞ്ച് വീൽ. ബാക്ക് ടയറിൻ്റെ സൈസ് ലേശം വീതി കൂടുതലാണ്. ഇനി ഹണ്ടർ 350 വരുവാണെങ്കിൽ ഫ്രണ്ടിൽ 110 ഏറ്റവും വീതി കൂടിയ ഫ്രണ്ട് ടയർ ഹണ്ടർ 350ക്കാണ് 17 ഇഞ്ച് വീലിൽ. അതുപോലെ തന്നെ റെയർ ടയർ വരുന്നത് 140 സൈസ് വരുന്നത് 17 ഇഞ്ച് വീൽ. അത് നമ്മുടെ ജാവയുടെ സെയിം റിയർ ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സസ്പെൻഷനിലേക്ക് വരുവാണെങ്കിൽ 3 വണ്ടികളുടെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കും അതുപോലെ തന്നെ പുറകിൽ ടിൻ ഷോക്കാണ് വരുന്നത്. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ജാവയിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും എല്ലാം തന്നെ ഡിജിറ്റലാണ്. പക്ഷേ നമ്മുടെ CB350RSനകത്ത് സ്പീഡോമീറ്റർ അനലോഗാണ്, മറ്റേത് ഡിജിറ്റൽ, ബാക്കിയെല്ലാം ഡിജിറ്റൽ. ഇനി ഹണ്ടറിലും സെയിം തന്നെയാണ്, സ്പീഡോമീറ്റർ അനലോഗും ബാക്കിയെല്ലാം ഡിജിറ്റൽ. എൻ്റെ അഭിപ്രായത്തിൽ അനലോഗ് പ്ലസ് ഡിജിറ്റലാണ് നല്ലത്. കാരണം സ്പീഡോമീറ്ററെങ്കിലും അനലോഗ് വന്നതാണ് ഈ ഒരു കാറ്റഗറി വണ്ടികൾക്ക് ഭംഗി. ഇനി ലൈറ്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ജാവക്കും CB350ക്കും കംപ്ലീറ്റ്ലി LED ആണ്. ഹെഡ് ലൈറ്റ്, ടെയിൽ ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ആണ് വരുന്നത്. പക്ഷേ ഹണ്ടറിൻ്റെ കേസ് അങ്ങനെയല്ല. ഹെഡ് ലൈറ്റ് ഹാലജനും ടെയിൽ ലാമ്പ് LED-യും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ബേസിക് കാര്യം എന്ന് പറയുന്നത് ചാർജിങ് പോർട്ട് ഉണ്ട് 3 വണ്ടികളിലും. അതുപോലെ തന്നെ നമ്മുടെ CB350RSന് ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം കൂടി ഉണ്ട്. വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ അതിനകത്ത് ഉണ്ടത്. ഇനി നമുക്ക് ഈ 3 വണ്ടികളുടെയും സീറ്റ് ഹൈറ്റ് നോക്കാം.
ജാവക്ക് വരുന്നത് 790 mm മറ്റ് 2 വണ്ടികൾക്ക് 800 mm ആണ്. അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ജാവയാണ് മുന്നിൽ. 176 mm ആണ് വരുന്നത്. CB350 RSന് 168 mm ഹണ്ടറിന് 150 ആണ് വരുന്നത്. അതായത് ഏറ്റവും കുറവായിട്ടുള്ള ഹണ്ടറിന് 150. പക്ഷേ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനോ വണ്ടി ഹമ്പ് ചാടുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ജാവക്ക് ഇതൊരു ഭയങ്കര പ്ലസ്സാണ് 176 എന്ന് പറയുന്നത്. ഇനി വെയിറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ജാവക്കാണ് ഏറ്റവും കൂടുതൽ 184 കിലോഗ്രാം. ഹോണ്ടയ്ക്ക് വരുന്നത് 179 അതുപോലെ തന്നെ ഹണ്ടറിന് വരുന്നത് 181 ആണ് വരുന്നത്. ഇനി ഫ്യൂൾ ടാങ്ക് അത് ജാവ പുറകോട്ടാണ്. 12 ലിറ്റർ ഉള്ളൂ. ക്രൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിക്ക് അത്യാവശ്യം നല്ല ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വേണം. ഇനി നമുക്ക് ഹണ്ടറിനാണെങ്കിൽ 13 ലിറ്ററും അതുപോലെ തന്നെ 350 RSനാണെങ്കിൽ 15 ലിറ്റർ. അപ്പോൾ ഹോണ്ടയാണ് അതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഈ 3 വണ്ടികളുടെ സ്പെക്സ് എല്ലാം വെച്ച് നോക്കിയിട്ട് ഏതെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വികാരം മാറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഹോണ്ടയെ ചൂസ് ചെയ്യുള്ളൂ. വേറെ ഒന്നുമല്ല, ആ ഒരു എഞ്ചിൻ്റെ ഡ്യൂറബിലിറ്റിയും റിലയബിലിറ്റിയും കാരണം തന്നെ. ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ നമുക്ക് ഓടിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് എഞ്ചിൻ്റെ പെർഫോമൻസ്, അതായത് പവറും ടോർക്കൊക്കെ കൂടുതൽ ജാവക്കാണ്. പക്ഷേ ഞാൻ റിയൽ ലൈഫിൽ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊരു പുതിയൊരു എഞ്ചിൻ ആയതുകൊണ്ട് ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്രയൊക്കെ നല്ല വണ്ടികൾ ഇറക്കിയിട്ട് പോലും റോയൽ എൻഫീൽഡായിട്ട് ഇവർക്ക് മുട്ടി നിൽക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സർവീസ് അവൈലബിലിറ്റിയാണ്. അത് റോയൽ എൻഫീൽഡ് അത്രയും ഈ 2 ബ്രാൻഡുകൾക്ക് ഇല്ലാത്തതാണ് ഒരു ചെറുതല്ല നല്ല വലിയൊരു പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വണ്ടികളുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നീട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.